നാളെ വിഷുവാണ്. ഇത് തിന്ന് നോക്കിട്ടാ ഭയങ്കര പറഞ്ഞ കാര്യം ശരിയാണ്. നമ്മൾ ഇതുവരെ ടേസ്റ്റാണ് സാധനം. ചാർലിക്ക് ഇമ്രാൻ ഇതിലേക്ക് പ്രവേശനമില്ല. കുളമ്പ് മാങ്ങിന് ഒരു മാമ്പഴം എടുത്തിട്ട് ഞാൻ ഞെക്കി പിഴിഞ്ഞു തിന്നു. പിന്നെ ശർക്കര വാങ്ങിക്കില്ല. വണ്ട മറ്റേ കോളമ്പില്ലേ അത് വെച്ചിട്ട് 3 സ്ഥലത്തേക്ക്. കേട്ടില്ലേ കോട്ടയത്തൊരു മൂത്ത പിള്ളച്ചൻ തുറന്നു പോയി കുടുക്കഴിച്ചിന് അമ്മേരെ കയ്യിന്ന് മൂത്തം തെറി കേട്ടു. ഇതിലത്തെ ഏറ്റവും ഭംഗി എന്ന് പറഞ്ഞില്ല നമ്മുടെ ബോഗൻവില്ല. ഇരുൾ തൊപ്പി പൊക്കി പതുക്കെ പ്രഭാതം ചിരിക്കാൻ ശ്രമിക്കും. നാളെ വിഷുവാണ്. അപ്പോൾ കാലത്ത് സരിത ചോറ് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചോറ് വെക്കൽ കഴിഞ്ഞിട്ട് വിഷു കട്ടി ഉണ്ടാക്കാൻ പോവുക. വിഷുവിന് എന്തായാലും ഉണ്ടാക്കില്ല. വിഷുവിന് എന്തായാലും ഉണ്ടാക്കാൻ നമുക്ക് സമയം കിട്ടില്ല. വിഷുവിന് ഉണ്ടാക്കാൻ സമയം കിട്ടില്ലേ? ആൾക്കാരൊക്കെ ഉണ്ടാക്കണത് പിന്നെ എങ്ങനെയാ? വീഡിയോ എടുത്തിട്ട് ഇടാൻ സമയം കിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞത്. ഞാൻ ഉദ്ദേശിച്ചത് അതല്ല. വിഷുവിന് നമ്മൾ ഉണ്ടാക്കാറില്ല. കാരണം ചേട്ടനും ജഗ്ഗും കഴിക്കില്ല. എനിക്ക് വേണ്ടി മാത്രമായിട്ട് ഞാൻ ഉണ്ടാക്കണ്ടേ. അപ്പം ഞാൻ എന്തായാലും വിഷുവിന് നമ്മൾ വീട്ടിൽ പോകും. അപ്പം അവിടെ അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ, അപ്പം അത് കഴിക്കും. എന്തുട്ടിലാണ് ഏതടുപ്പ് കത്തിയ മോണി? എന്തേ അല്ല ഈ അടുപ്പ് കത്തിക്കുകയാണെങ്കിൽ അല്ല ഇതല്ലേ വലിയ അടുപ്പ്. ആ ഉരുളി ഞാൻ വെച്ചു കറക്റ്റ് അതില് കത്തിച്ചോ. കത്തിയാറയ്യാ. ശരി. വിഷുക്കണീരെ പാട്ട് പാടറി. വിഷുക്കണിയല്ല, വിഷു നമുക്ക് നമ്മുടെ ആകാശവാണിയിൽ ഓണായി കഴിഞ്ഞ കുറച്ച് പാട്ടുകളുണ്ട്. വിഷു എന്ന കുറച്ച് പാട്ടുകളുണ്ട് ഇല്ലേ? ഓണം വന്നു കഴിഞ്ഞാൽ ഓണപ്പൂവേ പൂവേ അത് വരും. പിന്നെ പൂവിളി പൂവിളി പൊന്നോണം അത് വരും. വിഷുവിന് ഏത് പാട്ട് വരാ? വിഷു പക്ഷി ചിലച്ചു. അതാ വിഷുവിന് പാട്ട് റേഡിയോയിൽ പാട്ടുകൾ കേൾക്കാം. പാട്ടുകൾ ആകാശവാണി. വിഷുവിന് അയ്യപ്പ പണിക്കരുടെ കണിക്കൊന്ന ഫേമസ് സരിത കവിത. അയ്യോ എനിക്ക് ചൂടെടുത്തിട്ട് വയ്യ. നീ പാട്. വിഷു കണീരെ പാട്ട് പാടി കഴിഞ്ഞ് ചൂട് പറയും. നമ്മുടെ തീ കത്തി ഉരുളി അറപ്പത്ത് വയ്ക്കുന്നു കേട്ടോ. നമ്മളെ ഈ വിഷു കാട്ടി ഉണ്ടാക്കാനായിട്ട് ഉണക്കല്ലരിയാണ് എടുക്കുക കേട്ടോ. ഉണക്കല്ലരി നമുക്ക് ചെറിയ ഉരുളിയാണ്. പിന്നെ ഇതിപ്പോൾ തിന്നാനായിട്ട് ഇപ്പോൾ അധികം ആളുകളൊന്നും ഇല്ല. ഇവിടെ ഇരുന്ന് മുഴുവൻ തിന്നണം. മീൻ കൂട്ടാൻ വയ്ക്കുമ്പോൾ ഞാൻ മാത്രം തിന്നണ പോലെ ഷോപ്പിലേക്ക് കൊണ്ടുപോകും. മതിയോ? ഇല്ല ഒരു കപ്പ ഇല്ലല്ലേ? അയ്യോ കേട്ടോ 1.5 കപ്പ് മതിയില്ലേ? മതി. ഉണക്കല്ലരി പീടികയിൽ വാങ്ങിക്കാൻ കിട്ടൂട്ടാ. 1.5 കപ്പ് വെള്ളം അല്ല 1.5 കപ്പ് അരി എടുക്കുന്നുണ്ട്. അപ്പോൾ 1.5യുടെ 4 ഇരട്ടി. എത്ര 1.5യുടെ 4 ഇരട്ടി? 6 കപ്പ് നാളികേരപ്പാൽ. 6 കപ്പ് ഉണ്ടോയെന്ന് അറിയില്ല. നാളികേരത്തിൻ്റെ 1-ാം പാല് 2-ാം പാല് 3-ാം പാലൊക്കെ കൂടി അവിടെ വെച്ചിട്ടുണ്ട് ഒരുമിച്ച്. അതാണ് ഒഴിക്കാൻ പോണേ. ബാക്കി 6 കപ്പ് ഇല്ലെങ്കിൽ ബാക്കി വെള്ളം ഒഴിക്കും. മോഹൻലാൽ പറയുന്ന പോലെ ബാക്കി നമുക്ക് വെള്ളം ചേർക്കാം. നല്ല മുഴുത്ത പാല അതന്നെ. അരി കഴുകാതെ. അയ്യോ അത് 6 കപ്പിനേക്കാൾ കൂടുതലുണ്ടെങ്കിലോ പാല്. അപ്പം എന്ത് ചെയ്യും? അത് ഇത്തിരി നമുക്ക് ആരോടും പറയണ്ട ലഭിക്കുക. അതെന്നാലും പിടിക്കരി. ഇതേട്ടാ 6 ഒഴിക്കാൻ പോവാട്ടാ. 1 2 3 4 5 6 ഇത്ര കൂടി ഉണ്ട്. ബാക്കിയുള്ള വെള്ളം ചേർക്കാം. വെള്ളം അപ്പം നമ്മൾ നല്ല സത്യസന്ധരായിട്ടുള്ള കച്ചവടക്കാരെന്ന് കണ്ടത്. നമ്മൾ ഒരു സ്വല്പം വെള്ളം ചേർത്തല്ല. സാധാരണ എല്ലാവരും ഇരട്ടി വെള്ളമാണ് ചേർക്കുക. ഞങ്ങൾ വളരെ നോക്കാം അരി ഇതിൽ വേവോന്ന്. ലാസ്റ്റ് ഇത് വറ്റി വരുമ്പോ അരി വെന്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പത്തിരി വെള്ളം തിളപ്പിച്ച് ചേർക്കേണ്ടി വരും. ഇപ്പം ഇതിന് തിളക്കട്ടെ. അയ്യപ്പ പണിക്കരുടെ കണിക്കൊന്ന എന്ന കവിതയാണ് ഞാൻ ചൊല്ലാൻ പോകുന്നത്. ഇത് മുന്നും നമ്മൾ വീഡിയോയിൽ ചൊല്ലിയിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ വൈജയന്തി മനോഹരൻ എന്ന് പറഞ്ഞിട്ടുള്ള ചേച്ചി കമൻ്റ് ഇടാറുണ്ട്, സരിത മോളെ ഇടയ്ക്കൊക്കെ കുടിലിരുന്ന് വരെ കവിതയൊക്കെ ചൊല്ലൂ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ചൊല്ലാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കാവതില്ലേ പൂക്കാതിരിക്കാൻ, എനിക്കാവതില്ലേ കണിക്കൊന്നയല്ലേ, വിഷുക്കാലമല്ലേ പൂക്കാതിരിക്കാൻ എനിക്കാവതില്ലേ.
വിഷുക്കാലമെത്തിക്കഴിഞ്ഞാൽ ഉറക്കത്തിൽ ഞാൻ ഞെട്ടി ഞെട്ടിത്തരിക്കും. ഇരുൾ തൊപ്പി പൊക്കി പതുക്കെ പ്രഭാതം ചിരിക്കാൻ ശ്രമിക്കും. വിയൽ പക്ഷി ശ്രദ്ധിച്ചു നോക്കും. ഞരമ്പിൻ്റെ ഉള്ളിൽ തിരക്കാണ്. അലുക്കിട്ട മേനിപ്പുളപ്പിന്നു പൂവൊക്കെ എത്തിച്ചൊരുക്കിക്കൊടുക്കാൻ തിടുക്കം തിടുക്കം. ഉണങ്ങിക്കരിഞ്ഞെന്നു തോന്നിച്ച കൊമ്പിൻ മുനമ്പിൽ തിളങ്ങുന്നു പൊന്നിൻ പതക്കങ്ങൾ. എൻ താലി നിൻ താലി പൂത്താലിയാടിക്കളിക്കുന്ന കൊമ്പത്തു സമ്പത്തു കൊണ്ടാടി നിൽക്കും. കണിക്കൊന്നയല്ലേ പൂക്കാതിരിക്കാൻ എനിക്കാവതില്ലേ. എവിടെൻ്റെ ഹരിതങ്ങളെല്ലാം മറഞ്ഞു. എവിടെൻ്റെ ദുരിതങ്ങൾ. കൊടുവേനലിൽ കത്തിയെരിയുന്ന താപങ്ങൾ. കടുമഞ്ഞിലുറയുന്ന വനരോദനങ്ങൾ. മഴ വന്നൊടിച്ചിട്ട മൃദുശാഖകൾ. സർവമെവിടെയോ മായുമ്പോൾ എവിടെ നിന്നണയുന്നു വീണ്ടുമെൻ ചുണ്ടിലും മഞ്ഞതൻ മധുരസ്മിതങ്ങൾ. തളിരിൻ്റെ തളിരായ താലീവിലാസങ്ങൾ. എവിടെ നിന്നണയുന്നു മേടവിഷു സംക്രമപ്പുലരിയോ കുളിർ കോരിയെത്തുന്നു. കണി കാണുവാൻ ഭാവി ഗുണമേകുവാൻ കുഞ്ഞു നയനങ്ങൾ എന്നെയോർത്തെന്നേ ഇമ പൂട്ടി ഉണരാതെ ഉണരുമ്പോഴും മിഴി തുറക്കാതെ ഇത്തിരി തുറന്നാലും ആരുമതു കാണാതെ കണി കാണുവാൻ കാത്തിരിക്കുന്നിതവരുടെ ഗുണത്തിനാ. ഞാൻ മഞ്ഞയണിയുന്നു. ഒരു നിറം മാത്രമേ തന്നതുള്ളൂ വിധി. എനിക്കാവതില്ലേ പല വർണ്ണമാകാൻ. കണിക്കൊന്നയല്ലേ വിഷുക്കാലമല്ലേ. ഇനിയുണ്ട് ഈ കവിത കുറേ. ഇത്ര എനിക്കറിയുള്ളൂ. നല്ല രസമാണ്. നമ്മളെ ലയിച്ചു പോകും ആ കണിക്കൊന്നതിനെ മനസ്സിലുണ്ട്. കണിക്കൊന്നയാണ് ഈ പറയണേ. പൂക്കാതിരിക്കാൻ എനിക്ക് ആവതില്ലേ വിഷുക്കാലല്ലേ. അപ്പൊ എനിക്ക് ഈ സമയത്തിയാ എനിക്ക് പൂത്തേ പറ്റൂ. എന്നെ കാത്തിരിക്കുന്ന കുറേ പേരുണ്ട് കണി കാണാനൊക്കെ. എന്നെ കണി കണ്ടാലേ ഇനി ഇവിടെ നാട് സമ്പത്ത് ഉണ്ടാവുള്ളൂ എന്നാണ് വിശ്വാസം. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടി എനിക്ക് പൂത്തേ പറ്റൂ എന്നാണ് പറയണത്. നമ്മുടെ നാളികേരം പാല് തിളയ്ക്കാറായി തുടങ്ങിയിട്ടാ. കുറച്ച് കഴിയുമ്പോൾ അരിയിടാം. നമ്മുടെ ഈ അടുപ്പ് എന്ന് പറഞ്ഞാൽ പുകയില്ലാത്ത അടുപ്പാണ്. അപ്പോൾ ഇവിടെ ഒരു ഇങ്ങനെ വെറുതെ ഇത് തിളച്ചോട്ടെ ഇങ്ങനെ ഒരു സാധനം ഉണ്ടല്ലോ. ഇതിൽ ചൂട് പോകുമ്പോൾ നമുക്ക് വെറുതെ ഇതിൽ ശർക്കര ഉരുക്കാനായിട്ട് വേണമെങ്കിൽ ഇത് വയ്ക്കും. അല്ല ഇത് വയ്ക്കും നിലത്ത് മുട്ടറി തരുന്നത് ഇതാണ് ഇരിക്കും പോകുന്നു. അവിടെ ഇരിക്കട്ടെ. ഇതിൽ ശർക്കര ഇടാതെ നമുക്ക് വേണമെങ്കിൽ. ആദ്യം നാളികേരല്ലേ ഇടുന്നത്. നാളികേരം ഇത്തിരി ടേസ്റ്റ് കൂടും. അതെ നീ ഇട്ടോ. അതിനിപ്പോൾ ആരോടും കണക്ക് പറയേണ്ട ആവശ്യമൊന്നുമില്ലേ. അല്ല അരിയല്ലേ ഇടണ്ട ആദ്യം. അരി എടുത്തോ. അതേ അരി നാളികേരം ഇട്ടു. നാളികേരം ഒരു നാളികേരം എടുത്തു. ഇനി 1.5 കപ്പ് അരിയാണ് നമ്മൾ കഴുകി വെച്ചിട്ടുള്ളത്. അതിലേക്ക് ഇടാണ് കേട്ടോ. നമ്മുടെ അമ്മയൊക്കെ വെക്കുന്ന ടൈമിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അരി കഴുകണത് കാണാം. പിന്നെ അമ്മ വിഷു കെട്ട നേരത്തത് കാണാം. വാഴലയിൽ ലോഡ് സെക്കൻഡ് ഉള്ളിൽ കഴിഞ്ഞിട്ട് പരിപാടി. അല്ല ഞാൻ അറിയാണ്ടാവും. അല്ല അത്രയും സ്പീഡിലാണ് കാര്യങ്ങൾ ചെയ്യുന്നേ. ഒരു ഒരു പണ്ടത്തെ ഒരു ചെമ്പലുണ്ട് നമ്മുടെ വീട്ടിൽ. ഇത്രയും വന്നൊരു ചെമ്പലോട്ടാ പണ്ട ചെമ്പ് കൊണ്ടുള്ളൊരു കലം. അതിലാണ് അമ്മ പാച്ചോറ് വയ്ക്കുക. പാച്ചോറ് എന്ന് പറയുക.
പാച്ചോറ് എന്നല്ല പറയാ. പാച്ചോറ് നമ്മൾ വെക്കും. വിഷുവിന് ഉണ്ടാക്കുമ്പോ അതിന് വിഷുക്കട്ടാന്ന് പറയും. വിഷുക്കട്ടക്ക് ഉണ്ടാക്കാൻ വേണ്ടി വാങ്ങിക്കണം അരി ബാക്കി ഉണ്ടാവും എങ്ങനെയും. അപ്പൊ കുറച്ച് നാള് കഴിയുമ്പോ ഉണ്ടാക്കണതാണ് ഈ പാച്ചോറ്. അത് കുറച്ച് ലൂസിലായിരിക്കും. നമ്മൾ സ്പൂൺ കൊണ്ട് കോരി കോരി തിന്നാ ചെയ്യാ. ഈ കട്ടയാക്കി മുറിക്കില്ല. എനിക്ക് പണ്ടും ഇഷ്ടമല്ല, ഇപ്പോഴും ഇഷ്ടമല്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പണ്ടും ഇപ്പോഴും. വെള്ളം ചൂടാകുമ്പോഴേ നമുക്ക് ഈ ശർക്കര കഷ്ണങ്ങളിടാം. ഇതിൽ കൂട്ടി കഴിക്കാനായിട്ട് ശർക്കര നീരാണ്. തൈര് വെള്ളം പാടുള്ളൂ. എന്തിന് ഇത്ര വെള്ളം? ഇതൊരു തുണ്ട് വെള്ളം വേണ്ടോ? അല്ലടി, നിങ്ങൾക്ക് ഇത്രയ്ക്കധികം തിന്നണ്ടേ? അതായിക്കോട്ടെ, ഇത്തിരി വെള്ളം വേണ്ടോ? ചൂടാണ്ടിട്ട് പാത്രം തിളക്കണ്ട്. നമ്മുടെ ഞങ്ങൾ നേരിമംഗലത്തേക്ക് പോയി. ഇപ്പോൾ നമ്മുടെ ഗോപുല്ലേ, മറയൂർ ശർക്കര ഉണ്ടാക്കണ അവരെ കമ്പനിയിലേക്ക് പോയില്ലോ. അന്ന് തന്നിട്ടുള്ളതാണ് പാക്കറ്റ്, കണ്ട മഹിമ. അപ്പോൾ നമ്മൾ നമ്മുടെ വെബ്സൈറ്റ് കുറച്ച് നാൾ കഴിഞ്ഞ് ചിലപ്പോൾ ആരംഭിക്കും, കുറച്ച് കഴിഞ്ഞാൽ ആരംഭിക്കും. അപ്പോൾ നമ്മൾ ഈ മറയൂർ ശർക്കരയൊക്കെ ഇത് കണ്ടമാനം ആവശ്യക്കാരുണ്ട്. പക്ഷേ ആളുകൾക്ക് കിട്ടാനില്ലേ, ചില സൂപ്പർ മാർക്കറ്റിൽ കിട്ടണമല്ലോ. അപ്പോൾ നമ്മൾ ഈ മറയൂർ ശർക്കര അതിൽ വെക്കുന്നുണ്ട് കേട്ടോ. വെക്കാമല്ലോ നമുക്ക്. പറഞ്ഞിട്ടുണ്ട് വെക്കാമെന്ന്. അപ്പോൾ ഈ സാധനം കിട്ടും കേട്ടോ. ശുദ്ധമായ ശർക്കരയാണ്. ഈ ശർക്കര കൊണ്ടാണ് നമ്മൾ നീരുണ്ടാക്കുന്നത്. മുറിച്ചത് ചില സ്ഥലങ്ങളിൽ അത് കിട്ടില്ല. മറയൂർ ശർക്കര എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പിന്നെ ശർക്കര വാങ്ങിക്കില്ല. ഇതെന്താ ആക്കണം? ഒരു 250 ഗ്രാം ഇടണം. ഇത് നല്ലൊരു ഐഡിയ കേട്ടോ ഈ സാധനം. പക്ഷേ ഇത് അത്രയ്ക്കാണ് ചൂടാവില്ല ഇപ്പോഴൊന്നും. ചേട്ടാ അടച്ചു വയ്ക്കുന്ന ശർക്കരയൊക്കെ ഉരുകാൻ ഇത് വേണ്ടല്ലോ. ഇത് ചൂടാകുമ്പോൾ ചൂടാവട്ടെ. ഇത് സരിതര വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള കുളമ്പ് മാങ്ങിന് ഒരു മാമ്പഴം എടുത്തിട്ട് ഞാൻ ഞെക്കി പിഴിഞ്ഞ് തിന്നു കാലത്ത് തന്നെ. എന്ത് രസം. വിഷു കാലമായില്ലേ, പണ്ട് കാലത്ത് കുഞ്ഞു തയ്ക്കുന്ന ടൈമിലേ 80-ലൊക്കെ വിഷുവിൻ്റെ ടൈമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിഷുവിൻ്റെ ടൈമിൽ ഒരു ഷർട്ട് എടുക്കും. ഓണത്തിനും ഒരു ഷർട്ട് എടുക്കും എല്ലാവർക്കും. അത് കൊല്ലത്തിൽ 2 പ്രാവശ്യമാണ് ഷർട്ട് എടുക്കുക. പിന്നെ ഷർട്ട് എടുക്കലില്ല. ആ ഷർട്ട് തന്നെയായിരിക്കും ഒരു കുറേ കൊല്ലങ്ങളോളം നമ്മളിടും, നമ്മൾ വലിപ്പം ആവണ വരെ. അപ്പോൾ ഇവിടെ ഒരു സ്ഥലത്താണ് നമ്മൾ ഈ ഷർട്ട് തയ്ക്കാൻ കൊടുക്കുക. സിദ്ധാർത്ഥ് എന്ന് പറഞ്ഞൊരു ചേട്ടൻ്റെ ഒരു ടൈലറുണ്ട്. ആൾ ഗൾഫിലൊക്കെ പോയിട്ട് വന്നിട്ട് ഇവിടെ വീട്ടിൽ ടൈലറിങ് തുടങ്ങി. അപ്പോൾ ആളെ തയ്പ്പ് എന്ന് പറഞ്ഞാൽ ഗൾഫിലുള്ളവർക്ക് തയ്ച്ച് കൊടുക്കുന്ന അതേ കഴിവ് ഇവിടെയുള്ളവർക്ക് കിട്ടും വെച്ചിട്ട് വലിയ കൂട്ടുകാരനാണ് കേട്ടോ ആൾ. അപ്പോൾ ആളവിടെയാണ് തയ്ക്കാൻ കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഈ വീടിൻ്റെ ആ മുൻവശം ഇത് വലിയൊരു പാടം. അപ്പോൾ വേനൽക്കാലം ആകുമ്പോൾ നമുക്ക് ആ വിഷുവിൻ്റെ അന്ന് കാലത്ത് നമുക്ക് ഈ ഷർട്ട് ഇടാൻ കിട്ടുമോ എന്നുള്ള ആദ്യമാണ് നമുക്ക്. ആ സമയങ്ങളിൽ കളിക്കാൻ പോവുകയാണെങ്കിലും ഇരിക്കുകയാണെങ്കിലും കിടക്കുകയാണെങ്കിലും ഉറങ്ങുകയാണെങ്കിലും സ്വപ്നം കാണുകയാണെങ്കിലും ഈ ഷർട്ട് ഇട്ടിട്ട് എന്താ പറയുക ഇരിക്കുന്നതും അത് ഇട്ട് നടക്കുന്നതും അങ്ങനെയാണ് നമുക്ക് ഫീൽ ചെയ്യാന്ന്. അതാണ് സ്വപ്നം കണ്ടിരിക്കുക. അതായത് ഈ തുണി ഒരാഴ്ച മുമ്പൊക്കെ കൊടുക്കും. തിളക്കുന്നുണ്ട്. ഒരാഴ്ച മുമ്പ് ഈ തുണി അവിടെ കൊണ്ടുപോയി കൊടുക്കും. എല്ലാവർക്കും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് തേച്ച് കിട്ടിയോന്നറിയാൻ തേച്ച് കഴിഞ്ഞു എന്നറിയാനിട്ട് ഇടയ്ക്കിടയ്ക്ക് ഈ പാടത്തോടെ ഓടി അവരെ വീട്ടിൽ അപ്പുറത്തെ കരയിലാണ് അവരെ വീട്. അപ്പുറത്തെ കരയിൽ പോയിട്ട് നമ്മൾ ചെന്ന് ചോദിക്കും തേച്ച് കഴിഞ്ഞു വന്ന്. അങ്ങനെ എത്ര വട്ടം പോകുന്നറിയോ ഒരു ഷർട്ട് കിട്ടാനായിട്ട് തേച്ച് കിട്ടാനായിട്ടേ. അത് അങ്ങനെ ഒരു കാലം. അപ്പോൾ പിന്നെ ഈ സമയത്ത് തന്നെയാണ് ആ സമയത്ത് എന്ന് പറഞ്ഞാൽ 1980-ലൊക്കെ നമ്മുടെ അയലോക്കത്ത് ഒരു കല്യാണം നടന്നിട്ടുള്ളത്. ആശ്രിമാരുടെ വലിയേട്ടൻ എന്ന് പറഞ്ഞ ആൾ ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞ ആൾ വലിയേട്ടൻ. നമ്മളൊക്കെ ചെറുപ്പത്തിൽ പറ്റിക്കുന്നു പറഞ്ഞില്ലേ, ഞാൻ റേഡിയോയില്ലേ ആൾക്ക് ഒരു കുഞ്ഞൊരു ബാറ്ററി റേഡിയുണ്ട്. ആ റേഡിയോയിൽ അത് ആളെന്നെ സ്വയം റിപ്പയർ ചെയ്യും. അത് തുറന്ന് വയ്ക്കുമ്പോൾ അതിൽ കുറേ ഈ മറ്റേ ഈ കൽപ്പാക്കം ആണവൈദ്യ നിലത്തിൻ്റെ പോലെ കുറേ സാധനങ്ങൾ ഇരിക്കുന്നുണ്ട്. അങ്ങനെ കണ്ടില്ലേ ഒരു അല്ലാന്ന്. അപ്പോൾ അതിൽ ആൾ പറയും, ഞങ്ങളോട് പറയും ഇതിലാണ് ഞങ്ങൾ പിള്ളേരുകൾ അത് പൊളിച്ചിരിക്കും, പിന്നെ വട്ടം കൂടി ഇരിക്കും കുഞ്ഞു കൂടി ക്രാങ്കിൾ ഇങ്ങനെ കൗതുകത്തോടെ അത് എന്തുട്ടൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ പറയും ഇതിൻ്റെ ഉള്ളിലാണ് യേശുദാസ് ഇരിക്കുന്നത്, ഇതിൻ്റെ ഉള്ളിലാണ് ജാനി ഇരിക്കുന്നത്, ഇങ്ങനെ പറഞ്ഞ് ഞങ്ങളൊക്കെ പറ്റിക്കും.
നമ്മളൊക്കെ അത് വിശ്വസിക്കും. അപ്പോൾ ആ ചേട്ടൻ്റെ കല്യാണത്തിന് ആ ചേട്ടൻ്റെ ഒരു അനിയൻ്റെ മുരളി എന്ന് പറഞ്ഞിട്ട് നന്നായി പാട്ട് പാടും. മുരളിയുടെ പാട്ടൊക്കെ നമ്മൾ ഇതിൽ പാടിച്ചിട്ടുള്ളതാണ് കേട്ടോ. നമ്മുടെ ചാനലിലൊക്കെ പാടും. ബെസ്റ്റ് ഗായകനാണ്. അപ്പോൾ കല്യാണത്തിന് ഷർട്ട് എടുക്കുന്നുണ്ട്. ഷർട്ട് എടുക്കില്ല, തുണി എടുക്കില്ല, വീട്ടിലുള്ളവർക്ക് തുണി എടുക്കില്ല. അന്ന് മുരളിക്ക് എടുത്തത് 2 ഷർട്ടാണ് എടുത്തത്, കല്യാണത്തിന് എടുത്തത്. വെള്ളമേ അല്ലാന്ന്. അപ്പോൾ അവൻ പറയുന്നേ എനിക്ക് 2 ഷർട്ട് എടുത്തു എന്ന് പറഞ്ഞു. നമ്മളൊക്കെ ഷർട്ടൊന്ന് എല്ലാവരും അയലൊക്കെ നിന്ന് അപ്പുറത്തും ബന്ധു വീട്ടിലേക്ക് പോകുമ്പോൾ കടം വാങ്ങിച്ചിട്ടാണ് അപ്പുറത്തും ഷെയർ അങ്ങോട്ട് മാറ്റി മറിച്ച് ഇട്ടിട്ടാണ് നമ്മൾ. ഇതേ ഹെലികോപ്റ്റർ പോകണം. ഹായ് കണ്ട അതേ ഹെലികോപ്റ്റർ സൂര്യൻ്റെ മോത്തിയാണ് നമ്മൾ നോക്കുന്നത്, ആണല്ലേ. അപ്പോൾ അവന് 2-3 ഷർട്ട് അവൻ പറയുന്നത് ഇതുപോലത്തെ. ഇത് എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, വെള്ള തുണിയുമേ ഈ കിളികൾ പറക്കണത്, അതാണ് ഒരു ഷർട്ട്. മറ്റേ ഷർട്ട് തേച്ച് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവൻ അഭിമാനത്തോടെ. അപ്പോൾ നമ്മൾക്ക് അസൂയ പൂണ്ടുവന്ന്. അപ്പോൾ അല്ലാന്ന് വിഷുവിനല്ലാണ്ട് നമുക്ക് ഇടയിൽ കിട്ടുന്ന ഒരു സാധനങ്ങളാണ് ആ ഡ്രസ്സുകളെന്ന്. അതൊക്കെ ഭയങ്കര സന്തോഷമാണ്. ഇപ്പോൾ എനിക്ക് ഓർമ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് അവൻ്റെ ചേട്ടൻ്റെ ഈ ബാലകൃഷ്ണൻ ചേട്ടൻ്റെ അത് വലിയേട്ടനെ ഞങ്ങളൊക്കെ വിളിക്കാറ് നാട്ടുകാർ. നമ്മുടെ ചേട്ടനെ അല്ല, ആളും വലിയേട്ടൻ തന്നെ വിളിക്കുക. നമ്മുടെ ചേട്ടനെയും വലിയേട്ടൻ തന്നെ വിളിക്കുക. അപ്പോൾ ആളെ കല്യാണത്തിന് 2 ഫോട്ടോ എടുത്ത്, മറ്റേ കാലൊക്കെ വെച്ചിട്ട് തലകോടെ മറ്റേ ഇതൊക്കെ പോഞ്ഞ് മറ്റേ സാധനത്തിനെ കറുത്ത തുണി കൊണ്ട് പോഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിയോടെ നോക്കിയിട്ട് 2 ഫോട്ടോയില്ലേ. ഒന്ന് അവരെ ഫാമിലി ഫോട്ടോ ഒരെണ്ണം, പിന്നെ ചെക്കനും പെണ്ണും മാത്രമുള്ള അങ്ങോട്ട് ഒരു ഫോട്ടോ. അങ്ങനെ 2 ഫോട്ടോ ആണ് ഫോട്ടോഗ്രാഫർ വന്ന് എടുക്കുക. ഫോട്ടോഗ്രാഫർ വിളിക്കില്ലോ, ഭയങ്കര സംഭവമാണ്. പിന്നെ അവരെ വലിയൊരു പ്ലാവുണ്ട്, അവരുടെ വീടിൻ്റെ മുറ്റത്ത് പ്ലാവുണ്ട്. കല്യാണത്തിന് മറ്റേ കോളാമ്പിയില്ലേ, അത് വെച്ചിട്ട് 3 സ്ഥലത്തേക്ക്, ഒന്ന് തെക്കോട്ട്, ഒന്ന് കിഴക്കോട്ട്, ഒന്ന് ഈ പടിഞ്ഞാട്ട് 3 കോളാമ്പി വെച്ചിട്ട് പാട്ട് വയ്ക്കും. കേട്ടില്ലേ അന്ന് കേട്ട പാട്ട്, കേട്ടില്ലേ കോട്ടയത്തൊരു മൂത്ത പിള്ളച്ചൻ 90 കഴിഞ്ഞപ്പോൾ പെണ്ണ് കെട്ടാൻ പോയി. അതൊക്കെ വെച്ചിട്ടുണ്ട്. ആ പാട്ടാണ് എനിക്ക് ഫസ്റ്റ് വെച്ചതായിട്ട് ഓർമ്മ. ഈ പ്ലേറ്റ് ഇങ്ങനെയുണ്ട്, ആ സാധനം വെച്ചിട്ട് ആ പ്ലേറ്റ് ഇങ്ങനെയുണ്ട് വെച്ച് തിരിയും. അത് മോടെ ഇങ്ങനെയുണ്ട്. അപ്പോൾ ഈ പ്ലേറ്റിലാണ് പാട്ടുകൾ, മനസ്സിലായില്ലേ? അത് ഇങ്ങനെയുണ്ട് കറങ്ങുമ്പോൾ ആ പോയിന്റ് ആ സാധനം ഇതുമ്പോൾ വെക്കുമ്പോൾ ഇങ്ങനെ തിരിയില്ലേ. അപ്പോൾ ഇതിങ്ങനെ തിരിഞ്ഞ് വരുമ്പോൾ അത് ഒരു അത്ഭുതകരമായ സംഗതിയായിരുന്നു. ഈ സാധനം തിരിയുമ്പോൾ ഈ കോളാമ്പിയോടെ പാട്ട്, അത് ഇവിടുന്ന് പാട്ട് വെച്ച് കഴിഞ്ഞാൽ ഒല്ലൂർ സെൻറ്റർ വരെ കേൾക്കും പാട്ട്. ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ടില്ലേടാ പാട്ട് കേൾക്കുകയാണെങ്കിൽ. കല്യാണം വീടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാം. വീണ്ടും മുന്നിൽ ടാർപ്പായോണ്ട് പന്തൽ കെട്ടി. അല്ല, ഞാൻ പറഞ്ഞു വന്നത് ഷർട്ട് കിട്ടുന്ന കാര്യത്തിനെ പറ്റിയിട്ട് പറഞ്ഞു കേട്ടോ നമുക്ക്. അപ്പോൾ അതൊക്കെ വലിയൊരു സംഭവമായിരുന്നു. ഇപ്പോൾ കട്ട കുത്തിയിറങ്ങി നോക്കിയേ, വെള്ളം പറ്റി തുടങ്ങിയില്ലേ? ചടുപടി തന്നെ വെള്ളം പറ്റി തുടങ്ങി. അല്ല, ഇപ്പോഴത്തെ കാലത്ത് തുണികൾക്കൊന്നും ഒരു വിലയിലായിരുന്നു. ഏറ്റവും ഒരു വീട്ടിൽ ഓരോരുത്തർക്ക് 10, 40, 50 ഷർട്ടൊക്കെ ഉണ്ടാവാന്ന്. ഇപ്പോൾ ബനിയനൊക്കെ എന്താ കഥ അന്നത്തെ. അത് പറഞ്ഞേ നമ്മുടെ കേരളം മാറില്ലേ. ഇതിൽ ഉപ്പിടണ്ടേ ഇപ്പോൾ? അപ്പം അല്ല, കുളമ്പ് മാങ്ങ നിധിയും തിന്നോ. ഇത് തിന്നാൻ എന്താ പറയുക, എടുത്ത് തിന്നോ. മഹാഭാഗ്യം. ഈ സാധനല്ലേ, ഈ മാങ്ങ തിന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൂവാണ്ടനും പുളിയൊക്കെ എന്തിട്ട് തങ്ങിയല്ലേ, ഒന്നുമല്ലേ. ഉപ്പ് എപ്പോഴുണ്ടായിരുന്നു? ഭയങ്കര ചൂട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വിഷുവിൻ്റെ അന്ന് കാലത്തായിരിക്കും ആളവിടെ നിന്ന് ഷർട്ട് തേച്ചിടാൻ കാലത്ത്. എന്നിട്ട് അത് ഓടിച്ചെന്ന് വാങ്ങിച്ചിട്ട് അതൊരു കടലാസിൽ പേപ്പറിൽ പൊതിഞ്ഞ് തരും. ഒരു കൊല്ലം എനിക്ക് ഓർമ്മയുണ്ട്, ഒരു ഷർട്ട് പൊതിഞ്ഞ് തന്നത് 7ാം കടലിനക്കര എന്ന് പറഞ്ഞ വലിയ സിനിമയുടെ പേപ്പറിലന്നുണ്ട്. മറ്റേ പോസ്റ്ററല്ലറി പേപ്പറിൽ അന്ന് സിനിമയുടെ പോസ്റ്റർ വരാന്ന് പറഞ്ഞ 2 പേജ് നിറയെ ഒരു സിനിമയുടെ 7ാം കടലിനക്കര. അതിലന്നുകൊണ്ട് പൊതിഞ്ഞുള്ളത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ പാടത്തോടെ ഞാൻ വരുമ്പോൾ എനിക്ക് ഓർമ്മ ആ ഷർട്ട് ഇങ്ങനെ തുറന്നു നോക്കിയാൽ കൊടുക്കഴിച്ചിന് അമ്മേരെ കയ്യിൽ നിന്ന് മുത്തം തെറി കേട്ടു. ഇവിടെ വന്നിട്ട് അതിന് നമുക്ക് ഷർട്ട് കാണാനുള്ള പൂതി കൊണ്ടേ നമ്മുടെ അവിടെ നിന്ന് എടുത്തിങ്ങനെ കുടുക്ക് ബട്ടൺ അല്ലേ, ബട്ടൺ ഇങ്ങനെ ഊരി ഇങ്ങോട്ട് വന്നു. ഇട്ടില്ലേ, അത് ഊരി എടുത്തേന്. എന്നിട്ട് ഇവിടെ വന്നിട്ട് അമ്മേരെ കയ്യിൽ നിന്ന് തെറി.
തെറി കേൾക്കൽ പിന്നെ ഭയങ്കര രസമാണ്. അത് കേട്ടില്ലെങ്കിലാ ഓർക്കം വരാണ്ടിരിക്കും, ബുദ്ധിമുട്ട്. അത്ര രസമായിട്ടുള്ള ഒരു കാലമായിരുന്നു. എന്നിട്ട് കാലത്ത് പിന്നെ നമുക്ക് വിഷു കൈനീട്ടം തരും അച്ഛൻ. 10 വീസിയും 25 വീസിയും അല്ലേ, 10 വീസ് 5 വീസിക്കാണ് വിഷു കൈനീട്ടം കിട്ടിയിട്ടുള്ളതൊന്ന്. ഇപ്പം 500 നോട്ട് 1000 നോട്ടില്ല, ഇപ്പം അല്ല 500 നോട്ടൊക്കെയാണ് വിഷു കൈനീട്ടം കൊടുക്കുന്നത് അല്ലേ. അന്നത്തെ 10 പൈസ വിലയ്ക്ക് കാലം പോയപ്പോൾ. ഓക്കെ, ഇത് തിന്ന് നോക്കിയിട്ടാ ഭയങ്കര ടേസ്റ്റാണ് ഇത്തവണ ഉണ്ടാക്കി പോണത്. വെന്തുടങ്ങി, വെള്ളം കറക്റ്റ് വേവിനോട് വെള്ളം കറക്റ്റ് പറ്റുന്നോട് കൂടിയിട്ട് സാധനം വേവും. നമ്മൾ ഈ നാളികേരപ്പാലിൽ ഉണ്ടാക്കാറില്ലല്ലോ. നാളികേരം കൂടുതലും കൂടിയ കാരണം എന്തുകൊണ്ട് അതൊക്കെ തീ എത്തിച്ചാൽ മതി അല്ലേ. ചിലവർ നാളികേരപ്പാലിൽ വെക്കും, പക്ഷെ നാളികേരം ചെരുകിയിടില്ല. ചിലർക്ക് നാളികേരം കടിക്കണത് ഇഷ്ടമുണ്ടാവില്ല. മാങ്ങയ്ക്ക് കറിയുണ്ടോ? മാമ്പഴത്തിന് കറിയുണ്ടല്ലേ? കറിയാ നല്ല ജീരകം വെള്ളം പറ്റി തുടങ്ങിയിരിക്കുകയാണ്. അപ്പം നീട്ടോ ജീരകം നീട്ടുന്ന തിരുമണിട്ടോ മതി മതി. ജീരകം കണ്ട, ജീരകം ഇടും. ജീരകമാണ് ഇതിന് ഒരു സവിശേഷമായിട്ടുള്ള രുചി കൊടുക്കുന്ന ഒരു സാധനം കേട്ടാ. അത് തിരുമിയിട്ടാണ് ഇടുക. ആളുകൾ കണ്ടിട്ടുണ്ടാവും. നല്ല ജീരകം കേട്ടാ. ഇനി കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഉപ്പിടാം. അരി വെന്തു ഉപ്പിടാം അല്ലെങ്കിൽ വരെ ശരിക്കും വെന്തിട്ട് മതി ഉപ്പിടില്ല. വെന്തു ഇട്ടോ. നല്ല ടേസ്റ്റാ, ഉപ്പിടാണ്ട് ടേസ്റ്റാ. കുറച്ച് മതി നോക്കിയിട്ടിടാം. ഒരിക്കലും കൂടുതലിടരുത് ഉപ്പ്. ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറക്കാം. അപ്പോഴേക്കും വെള്ളം കറക്റ്റ് വെറ്റി പാകം. നമുക്ക് വാഴല മുറിക്കാൻ പോകാം. അതിൻ്റെ ഇടയിൽ നോക്കി ഇപ്പുറത്തെ ശർക്കര നീര് വെറുതെ ഇയാൾ ഉരുകി തുടങ്ങിയിട്ടാ. വെള്ളം അധികം കണ്ട കുഴപ്പമില്ല. ശരി, തിളക്കുകയാണെങ്കിൽ വെള്ളം പറ്റും. ലൂസായിട്ട് ഈ സാധനം കഴിക്കണം. അല്ലല്ല ഈ ലൂസായതൊന്നിനും കൊള്ളില്ലേ. ശർക്കര നീരിന് കുറച്ച് കട്ടി വേണം. കട്ടിയായില്ലെങ്കിൽ ഇതിൽ വെച്ച് തിളപ്പിക്കാൻ പറ്റില്ല. അവിടെ കൊണ്ടുപോയി കട്ട ചെയ്യിക്കാൻ മതി. ഞാൻ അതിലേക്ക് ചുക്ക് ജീരകം പൊടിച്ചിടണം. നമുക്ക് വാഴല മുറിക്കാം. വിഷുക്കാലമായി ഇപ്പം നോക്കി നമ്മുടെ ഇവിടുത്തെ എല്ലാ സാധനങ്ങളും പൂത്തു. ഇതിലത്തെ ഏറ്റവും ഭംഗി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഗൻവില്ലയുടെ മോൾ വശല്ലേ. ഇത് നല്ല ഭംഗിയില്ല. ഇങ്ങനെയല്ല നോക്കിയാൽ ഇതിന് മോളിൽ നിന്ന് നമ്മൾ ഹെലിക്കാമിൽ നല്ല ഉയർത്തി എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ കുറേ പകുതിയുടെ അടുത്ത് എത്തിയില്ലേ, കോഴിക്കോടിൻ്റെ പകുതിയുടെ അടുത്തേക്ക് ഈ വെള്ളം എത്തി തുടങ്ങിയിട്ടാണ്. പിന്നെ നമ്മൾ കടലാസ് റോസ ഞാൻ വെറുതെ കമ്പ് കുഴിച്ചിട്ടിട്ട് കണ്ട പൊടിച്ചിട്ടുണ്ട, കൂമ്പെടുത്തിട്ട് കമ്പ് കുഴിച്ചിട്ടുണ്ടാവും. നല്ല കടുത്ത വേനൽക്കാലത്തായാലും അവിടെ നിന്ന് പൊടിച്ചിട്ടുള്ളതാണ്. ഇതൊക്കെ ഇത്തവണ ഇവിടെ പൂക്കൾ മഴയായിരിക്കട്ടാ. നോക്കിക്കോ, നമ്മുടെ മിളക് ഇത് കുത്തിപ്പൊടി മിളകിനുള്ളതാണ്. ഇത് ഞെട്ടിക്കളഞ്ഞ് നമ്മളിതാണ് കുത്തിപ്പൊടി ഇരിക്കട്ടാ. ഇത് ഉണക്കാട്ടൊക്കെ നന്നായി ഉണങ്ങണം. നല്ല വെയിലുണ്ട്. ഇത് മറ്റേ ഈ മിളകിനുള്ളത്. എന്നിട്ട് ഈ സെക്ഷൻ എന്നിട്ട് എന്താ പറയുക, വറ്റൽ മിളകില്ലേ നമ്മൾ സാമ്പാറൊക്കെ കാച്ചുമ്പോൾ കടുക് കാച്ചുമ്പോൾ ഇടാനുള്ളത്. ഉണങ്ങട്ടെ. നല്ല വെയിൽ. കാലത്ത് ഇപ്പോൾ ചായ കുടിക്കുന്നത് ഇപ്പോൾ ഇവിടെ നിന്നിട്ടാണ് ചായ കുടിക്കുന്നത്. ഈ ഫാൻ ഇട്ടിട്ട് ഈ കസാര ഇട്ടിട്ട് പിന്നെ എഴുതാനും അവിടെ ഇരിക്കും, ഇവിടെ ഇരിക്കും. ഇവിടെ ഇരിക്കാൻ ഇത്തിരി കൂടി സുഖം കൂടുതലാണ് ഫാനുള്ള കാരണേ. ഇപ്പോൾ വേനൽക്കാലമല്ലേ. എന്താ ചാർലിക്ക് ഇമ്രാൻ ഇതിലേക്ക് പ്രവേശനമില്ല. അവർക്ക് 2 ചെറിയ അടി കൊടുത്തു. പിന്നെ ഈ വശത്തേക്ക് അവർ തിരിഞ്ഞു നോക്കിയിട്ടില്ലേ 2 പേരും. നമുക്ക് നല്ല 2 വാഴല മുറിക്കും. ഇതൊടിയോ വളയറ വാഴലയിൽ പരത്തണമെന്ന് പറയുന്നതറിയാം. വാഴലയിൽ പരത്തി കഴിഞ്ഞിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ഒരു മണല്ലേ, അത് ഭയങ്കര നമ്മൾ വെറുതെ വേറെ സാധനത്തിൽ കിണ്ണത്തിൽ പരത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ടേസ്റ്റ് കിട്ടില്ല. അങ്ങനെ നമ്മുടെ വിഷുക്കട്ട സെറ്റായിട്ടാണ്. ഭയങ്കരമായിട്ട് വെന്ത് കുഴഞ്ഞിട്ടില്ല, തിരക്കാണ്. അയ്യോ ഇത് വെക്കണം. അത് വെച്ചില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. കരിയോ നമ്മുടെ വാഴലയിൽ ഒന്ന് കഴിക്കണം. ഇതുകൊണ്ട് പരത്തണം. ചൂട്ടോടെ ഇരിക്കുന്നു കേട്ടോ.
ഒരു വാഴലര സൈഡിലേക്കുള്ള അത്ര വലിയ വാഴലര ആവശ്യമില്ല. ഇതുകൊണ്ട് കോരി കിട്ടില്ല എറിയും. അവിടെ നിന്റെ വീട്ടില് അച്ഛനല്ലേ ഇതൊക്കെ ചെയ്യാല്ലേ? അമ്മ ഉണ്ടാക്കി കൊടുക്കും അല്ലേ? വാഴലയില് പരത്തണ പരിപാടി അച്ഛൻ ചെയ്യും. ഈ സൈഡിലേക്ക് മാത്രം, ഈ കളിയിൽ മാത്രം മതിയേ? അതിന്റെ പാകത്തിനുള്ള കട്ടിയില്ലേ, ആ കട്ടിയിൽ ചേട്ടാ പരത്തിക്കോ. അല്ല, ഒരു കളിയിൽ മാത്രം മതി. അപ്പൊ ഈ ചാല് വേണ്ട, ഈ ചാലില്ലേ? ആ അപ്പൊ അതിന് ഫുള്ളായിട്ട് ഇവിടേക്കല്ലേ ഇടാ. ഇവിടെ പകുതി ഇടും, പകുതി ഇവിടെ ഇടും. എന്നിട്ട് അങ്ങനെ കണ്ടമാനം വെക്കുന്നവർക്കല്ലേ ഇത്? പുത്തേറ്റുകാരെ സ്ഥലം ഇത്. പുത്തേറ്റ് എന്നല്ലേ എന്താ പറയാ? പുത്തേടത്ത്. ആ സിനിമയിൽ വരുന്ന പുത്തേടത്ത് കാര്യസ്ഥൻ. ഇല്ലല്ലോ അത് അവിടേക്ക് പോവില്ല സ്ഥലം. ഇപ്പുറത്തേക്ക് വേണ്ടി വരും, ഇപ്പുറത്തേക്ക് വേണ്ടി വരും. കുറച്ച് ഇങ്ങോട്ട് എടുക്കാം. അത്രയ്ക്ക് നീ എടുക്കാം. ഞങ്ങളുടെ കിഴക്കെടുത്ത് കൂടുതൽ ഇങ്ങനെ വിഷു കട്ടിയാണ്ട് പരത്തും. കാറ്റ് പരത്തു ശരിക്ക് എപ്പോഴേക്ക് ഇതിലേക്ക് മാന്താവുന്നു. അല്ല, അത് ഞാൻ കറക്റ്റാക്കി തരാണ്. അല്ല, ഈ പലഹാരങ്ങൾ ആരെന്നെ കണ്ടുപിടിച്ചേ? ഈ സമയത്ത് വല്ല കൊയ്ത്ത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊയ്ത്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ നെല്ല് കിട്ടുമ്പോ ചെയ്യണതായിരിക്കാം. പിന്നെ കേരളീയ സാധനങ്ങളാണല്ലോ ഇതിലൊക്കെ ഉപയോഗിക്കുന്നത്. ജീരകം കേരളീയല്ല കേട്ടാ. ഇത്രയ്ക്കാണ് മതിയില്ലേ? മതിയില്ലേ ഇത്? സാധനം ടേസ്റ്റ് കേട്ടാ, കാണുന്ന പോലെയല്ലേ? അത് നാളികേരപ്പാൽ ചേർത്ത കാരണം കൊണ്ട് ടേസ്റ്റ് കൂടും. നമ്മൾ നാളികേരം വെറുതെ വെള്ളത്തിൽ ആക്കാറ്. നാളികേരം കനം കൂടുതലല്ലേ? കുഴപ്പമില്ലല്ലേ? അതെ, അതിന് ഇതിൽ കൂടുതലുണ്ടാവും. ഇവിടേക്ക് കനം കുറവാ. കനം കുറയ്ക്കാം. കുറേ ഉണ്ടല്ലേ? 1.5 ഗ്ലാസ് എന്ന് പറഞ്ഞാലും 1 കപ്പ് മതിയായിരുന്നു അല്ലേ? 1 കപ്പ് മതിയായിരുന്നു. അല്ല, നീ ഇത് തിന്ന് തീർക്കണട്ടാ. ബാക്കി അങ്ങോട്ട് കൊണ്ടുപോവാ. ഇടയ്ക്ക് ഷോപ്പിലേക്ക്, കടയിലേക്ക് കഴിഞ്ഞു കേട്ടാ. ചൂടാറി കഴിഞ്ഞിട്ട് നമുക്ക് മുറിക്കാൻ. ശർക്കര നീരിലേക്ക് കുറച്ച് ചുക്ക്, കുഞ്ഞൊരു കഷ്ണം ചുക്കും ജീരകവും കൂടിയിട്ട് പൊടിച്ച് ഇടാൻ പോവാട്ടാ. ഇത് മുഴുവൻ വേണ്ട. ശർക്കര നീരാ? അല്ല, ഈ പൊടിച്ചത് മുഴുവൻ വേണ്ട. ആവശ്യമുള്ള എടുത്താൽ മതി. ശർക്കര നീരിക്കാൻ ഇട്ടോ നീ ആവശ്യമുള്ളത്. ഇത് ഫുള്ള് ഒരു സ്വല്പമുള്ള നീ ഒരു അത് ആവും, കുഴപ്പമില്ല. എന്തോ ശർക്കര നീരാലേ. ഇത് തയ്യാണ്ട് വരും, നീ നോക്കിക്കോ. അതിക്കിടണു അത്ര മതിയാവില്ലേ? അത് പോരാ വരും. അതിനൊരു മണല്ലേ റീ. ഞാൻ അത് അടുക്കളയിൽ കൊണ്ടുവച്ചിട്ടേ ഒന്ന് തിളപ്പിക്കട്ടെ. പാകത്തിന് മധുരം. നല്ല രസമാണ്. ഇനി നമുക്കത് മുറിക്കാം. ഫുള്ളായിട്ട് കുറച്ചുണ്ടായില്ലേ? നമുക്ക് കുറച്ചുണ്ടെങ്കിൽ അതിൻ്റെ നോക്കിയിട്ട് മുറിക്കാം. ഞാൻ അത് അടുക്കളയിൽ കൊണ്ടുവയ്ക്കട്ടെ. ശർക്കര നീര് ഞാൻ അവിടെ വെച്ചു, തിളച്ചപ്പോൾ സിമ്മിലിട്ടിട്ട് പോന്നു. ഇത് ഫുള്ള് ചൂടാറിയിട്ടുണ്ടാവില്ലേ? എന്നാലും നമുക്കൊന്ന് മുറിക്കാമല്ലോ സരിത? ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ചേട്ടാ. ഇത്രയ്ക്കല്ലേ? മറ്റേ പിട്ടും ടെമ്പറൊക്കെ മുറിക്കുന്ന സാധനം വേണം സരിത. എന്തിന് തൊടുമ്പളിക്ക് ഇത് ഇത്ര കഷ്ണം ഇങ്ങനെ മുറിക്കണം? പോരെ? അത് അകലാൻ പാടില്ല. അയ്യോ, ചെറിയ ചെറിയ പീസുകൾ മതി. ഇത്രയ്ക്ക് മതിയാ? ഇത്രയ്ക്ക് വന്ന പീസ് മതിയാ? ഉണങ്ങി വരുന്നുള്ളോ? ഇതല്ല നീ ഉദ്ദേശിച്ച പീസുകൾ വലിപ്പം? ഇതിനേക്കാൾ ഇതിന്റെ പകുതിയാ വേണ്ട. അയ്യേ, എന്തൊരു താങ്ങിയ ഇത് സുഖം. കത്തി കൊണ്ട് മുറിച്ച് കഴിഞ്ഞാൽ ഇല മുറിയും. അത് എടുക്കണ്ടായിരുന്നു. കുഴപ്പമില്ല, അരുമൂലൊന്നും എടുക്കില്ല. നല്ലത് മാത്രം കൊണ്ടുപോയാൽ മതി. അത് കുഴപ്പമൊന്നുമില്ല. അവിടേക്ക് അങ്ങനെ ഇപ്പൊ ഭംഗിയുള്ളത് വേണമെന്നൊന്നുമില്ല. മറ്റു മുറിക്കിനാ? ഇത് മുറിക്കിനാ? അത് അങ്ങനെ ഇരുന്നാൽ മതി, മൂടി വെച്ചാൽ മതി. എന്തിന്? ചേട്ടൻ കഴിക്കൂ? പിന്നെ എന്തുകൊണ്ട് ഇവിടെ വെക്കണം? അങ്ങോട്ട് കൊണ്ടുപോയാ അവിടെ ഞങ്ങൾ കഴിച്ചു തീർത്തോളാം. അപ്പം മുറിക്കല്ലേ? ഇങ്ങനെ മുറിക്കല്ലേ? കൊണ്ടുപോകല്ലേ? കണ്ട ഇതിന് ഞാൻ പതുക്കിയേക്ക് ഉടനെ ഷോപ്പിൽ നിറച്ച് കസ്റ്റമേഴ്സ് വരാൻ വെച്ചിട്ടുണ്ടെങ്കിലേ സമയം പോണത് അറിയില്ല. ആരും വന്നില്ല എന്നുണ്ടെങ്കിലേ സമയം പോവില്ല. ഭയങ്കര വിശപ്പുമാണ്.
അപ്പോൾ നിനക്ക് എപ്പോഴെങ്കിൽ ഇത് ഇത് ഇന്ന് ഞങ്ങൾ തിന്നാലോ. അവിടെ ഇങ്ങനെ ചെയ്തിട്ട് ഓരോന്നിനും ഓർഡർ ചെയ്യും. ധന്യ പറഞ്ഞിട്ടേ അത് തിന്നാൻ തോന്നുന്നു, മധുരമുള്ളത് തിന്നാൻ തോന്നുന്നു, എരിവുള്ളത് തിന്നാൻ തോന്നുന്നു എന്നൊക്കെ പറയും. എന്നിട്ട് ഓരോന്നൊക്കെ വാങ്ങിച്ചിട്ട് തിന്നലാണ് പണി. അപ്പം ഇത് പൊക്കോളും അവിടെ. പിന്നെ ഉച്ച കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെയാണ് പിള്ളേരും വരും. അപ്പോൾ തിന്നാൻ ആളായി. ആ ഡാൻസിൻ്റെ റീൽസും മറ്റേ ഡബ് സ്മാഷൊക്കെ എടുക്കണം. ഇത് തിന്നിട്ട് നീ ആ തിന്നാം. കഴിഞ്ഞു. ഇതാണ് ഒരു വിഷുക്കട്ട. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഞാൻ തിന്ന് നോക്കി, നല്ല ടേസ്റ്റാണ്. ഞാൻ ശർക്കര നീര് ഇങ്ങോട്ട് എടുത്തിട്ട് വരണ്ടേ? നമ്മളെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടാക്കിയ പണ്ട് തിന്നതുണ്ട്, അതൊക്കെ ഇതിന് നാലായിലൊക്കത്ത് പോയിരിക്കണം. പിന്നെ ശർക്കര നീരുന്ന് വേണ്ട, ഭയങ്കര ടേസ്റ്റാണ്. ഞാൻ പല സ്ഥലങ്ങളിലും ഇതിന് മാമ്പഴ പുളിശ്ശേരി കൂട്ടിയിട്ടാണ് കഴിക്കുക, ഇതാ കോമ്പിനേഷൻ. ഇത് കഴിച്ചിട്ട് അവസാനിപ്പിക്കാം. നല്ല ചൂടാ. ഞാൻ അരിച്ചു ഇത് മിളിക്ക് ഒഴുക്കി ഇവിടേക്ക്. അല്ല, ഞാൻ അരിച്ചു എന്ന് പറയാ. നിറച്ച് പൊടികളെ മറ്റേ സാധനമായിരുന്നു ഈ ഏലക്കായ, മറ്റേ ഈ ചുക്കിൻ്റെ പൊടി മതൊക്കെ. അത് ശരി, അതതിൽ കിടന്നോട്ടെ. അതൊക്കെ അടിച്ചിരുന്ന ചുക്ക് നല്ലതാണ് വയറിന്. അരിച്ചെടുത്ത് അപ്പൊ അതിന്റെ സത്തൊക്കെ പോകുന്നല്ലോ. കൊറ്റൻ തിന്നണം നിർബന്ധമില്ലല്ലോ. അത് കഴിക്കുന്നോണ്ട് കുഴപ്പമില്ലാന്ന്. ചുക്കിൻ്റെ പൊടി കൊറ്റനെടുത്ത് തിന്നു, നല്ലതാണെങ്കിൽ. ഒറ്റ മാത്രമായിട്ട് തിന്നല്ലോ, ഇത് മിക്സിങ് ആയിട്ട് നമ്മൾ കഴിച്ചു നോക്ക്. എനിക്ക് മധുരം വേണ്ട, വെറുതെ തന്നെയാണ് ഇഷ്ടം. നാളികേരം അധികമാ. നാളികേരം അധികം ഇതാണ് ടേസ്റ്റ്. നല്ല സ്ഥലേ. ഇത് പറഞ്ഞ പോലെ ഇങ്ങനെ കട്ടയിട്ടല്ലേ ഇരിക്കണേ, സോഫ്റ്റാ. അതാണ് ഇതിന് ടേസ്റ്റ് കൂടാൻ കാരണം. അതന്നെ, അടിപൊളിയല്ലേ? അടിപൊളിയാട്ടാ. ചേട്ടൻ പറഞ്ഞ കാര്യം ശരിയാണ്. നമ്മൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടുള്ള ഏറ്റവും ടേസ്റ്റാണ് ഈ സാധനം. നാളികേരം കൂടുന്തോറും, നാളികേരം പാല് കൂടുന്തോറും ടേസ്റ്റ് കൂടുന്നതുകൊണ്ട്. പിന്നെ ഭയങ്കരമായിട്ട് വെന്ത് കുഴഞ്ഞിട്ടില്ല ചോറ്. ചില സ്ഥലത്ത് കൊണ്ടുപോകണമെങ്കിൽ ആകെ അല്ല, ചില സ്ഥലത്ത് നല്ല ബലത്തിലിരിക്കേണ്ടത് അരി വേവാണ്ട്. വേവാണ്ടിരിക്കരുത്, അപ്പൊ അരിയുടെ പിടുത്തം വിട്ട് പോകണം. വെന്തിട്ടുണ്ട്. നമ്മൾ ഒഴിച്ച വെള്ളം കറക്റ്റ് ആയിരുന്നു. അപ്പോൾ നിർത്താട്ടാ. അപ്പോൾ നമ്മുടെ വിഷുവിൻ്റെ പരിപാടി ഇതൊക്കെയാണ്. അപ്പോൾ നമ്മളെ പ്രിയപ്പെട്ട എല്ലാവർക്കും ഞങ്ങളുടെ വിഷു ആശംസകൾ നേരുന്നു കേട്ടോ. എല്ലാവർക്കും ഈ ഐശ്വര്യം ഭയങ്കര ഈ ഐശ്വര്യമല്ല, ഈ വർഷത്തെ വിഷു നല്ല ഐശ്വര്യമായിരിക്കട്ടെ. വിഷു മാത്രല്ലല്ലോ, ഈ കൊല്ലം മുഴുവൻ. ഈ കൊല്ലം വിഷു എന്ന് പറഞ്ഞു. വിഷു വരെ. അപ്പോൾ ശരി.